ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, സങ്കടകരമായ കാര്യമാണ് ഈ കടൽ കൊള്ളക്കാർ എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും അപൂർവമായിട്ട് വരുന്ന വാർത്തയാണ്. 7 ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരാണ്, ഒരു മലയാളിയും ഉണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് വരുന്നത്. തട്ടിക്കൊണ്ടുപോയവരിൽ ഒരു മലയാളി ജീവനക്കാരനും ഉൾപ്പെടുന്നു. ഈ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്താണ് സംഭവിച്ചത്? പശ്ചിമാഫ്രിക്കൻ തീരത്തു നിന്നാണ് ഈ കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ കപ്പൽ തട്ടിക്കൊണ്ടുപോയത്? മലയാളിയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റ് ഇന്ത്യക്കാരൊക്കെ ഈ കപ്പലിൽ അകപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? പ്രവിത, മാർച്ച് 17-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കപ്പൽ ഒരു ടാങ്കർ കപ്പലാണ്. പശ്ചിമാഫ്രിക്കയിലെ സാവോ ടോമിൻ്റെയും പ്രിൻസിപ്പയുടെയും തീരത്ത് വെച്ചാണ് ഈ കടൽ കൊള്ളക്കാർ ഈ കപ്പലിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് അവർ 3 പേർ ഈ കപ്പലിനകത്തേക്ക് കയറുകയും 18 ജീവനക്കാരിൽ 10 പേരെയും ഈ കപ്പലിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ബിട്ടു റിവർ എന്ന ടാങ്കർ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. ഈ കപ്പലിലെ 10 ജീവനക്കാരിൽ, ഈ തട്ടിക്കൊണ്ടുപോയപ്പെട്ട 10 ജീവനക്കാരിൽ 7 പേർ ഇന്ത്യക്കാരാണ്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഒരു സ്ത്രീയും, ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടെന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഈ കടൽ കൊള്ളക്കാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യൻ നാവികസേനയാണ് കൈകാര്യം ചെയ്യുന്നത്. നാവികസേനയുടെ കൺട്രോൾ റൂമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അതിലെ തുടർ നടപടികളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്തായാലും കപ്പലിൽ 7 ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്ന സ്ഥിരീകരണമുണ്ട്. അതിൽ ഒരു മലയാളിയും ഒരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സ്ഥിരീകരണവുമുണ്ട്. ഇവർ ഇപ്പോൾ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിവരങ്ങളില്ല. അതേസമയം കപ്പലിലെ മറ്റ് 8 ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ തന്നെയുണ്ട്. ആ കപ്പൽ സുരക്ഷിതമാണ് എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കപ്പൽ ആക്രമിച്ച് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമമൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് ഇതേക്കുറിച്ച് അധികൃതർ പറയുന്നത്? പ്രവിത, ഈ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണ്. ഇപ്പോൾ കപ്പലിൽ തന്നെയുള്ള 8 ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇവർ തട്ടിക്കൊണ്ടുപോയ ഈ 10 പേർ, 7 ഇന്ത്യക്കാരടക്കമുള്ള 10 പേരെ കുറിച്ച് അവർ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സ്ഥിരീകരണം ഇല്ല. അവർ ഈ കപ്പലിലേക്ക് കയറി വെടിയുതിർത്തു എങ്കിൽ പോലും ഒരാൾക്കും പരിക്കേറ്റിട്ടില്ല. ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അവർ തോക്കുപയോഗിച്ച് വെടിയുതിർത്തത്. അതിനുശേഷം ഈ ജീവനക്കാരിൽ 10 പേരെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റിയിരിക്കുകയാണ്. ഈ മോചനദ്രവ്യം അടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയായിരിക്കാം ഇവരുടേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കപ്പൽ കമ്പനിയുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇനി അറിയേണ്ടതുണ്ട്. അതേസമയം ഈ കപ്പലിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 8 ജീവനക്കാരാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുമായും അതോടൊപ്പം തന്നെ ഈ ഇവരുടെ ബന്ധുക്കളുമായും മറ്റും ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. കപ്പൽ സുരക്ഷിതമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. അതേസമയം ഇനി രക്ഷാപ്രവർത്തനം അടക്കമുള്ള നടപടികൾ എന്നുള്ളത് സാധാരണ നിലയിൽ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഇന്ത്യൻ കപ്പലുകൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ നാവികസേനയാണ് അതിനോട് പ്രതികരിക്കാറുള്ളത്. വിദേശത്തെ രാജ്യങ്ങളിലെ നാവികസേനകളോ മറ്റ് വിഭാഗങ്ങളോ ആകട്ടെ, ഇന്ത്യൻ നാവികസേനയുടെ ഇതിനായുള്ള പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ഇവരുമായി ബന്ധപ്പെടുകയും തുടർന്ന് നാവികസേനയാണ് അതിനായുള്ള സഹായങ്ങൾ ഒരുക്കുന്നത്. ആഫ്രിക്കൻ തീരപ്രദേശങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി തന്നെ പ്രതികരിച്ച ഒരു ചരിത്രം ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. സമാനമായി ഇതിൽ നേരിട്ട് ഇടപെടേണ്ട ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ നാവികസേന ഇടപെടും. അല്ല, മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണെങ്കിൽ അത് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടായിരിക്കും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുക. നിലവിലിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യയുടെ ഈ നാവികസേന കൺട്രോൾ റൂമിൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.
ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് വരുന്നത്. തട്ടിക്കൊണ്ടുപോയവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ഇവർ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നാവികസേനയുടെ കയ്യിൽ വിവരങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്. ഓയിൽ ടാങ്കറാണ്. ടോഗോയിൽ നിന്ന് ക്യാമറൂണിലേക്ക് പോകുന്ന കപ്പലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായേക്കും. അതുകൊണ്ട് തന്നെ ഇതാരാണെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും എത്രയും വേഗം ഈ കടൽ കൊള്ളക്കാർ കപ്പൽ റിലീസ് ചെയ്തേ. വെസ്റ്റ് ആഫ്രിക്കൻ തീരത്തൊക്കെ ഇത് സാധാരണമായ ഒരു സംഭവമാണ്. ഇടയ്ക്ക് കടൽ കൊള്ളക്കാർ വരുന്നു, കപ്പലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. കപ്പൽ റാഞ്ചുന്ന നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം.